സോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇൻസ്റ്റഗ്രാം കമൻറ്റിൽ എങ്ങനെയാണ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോയിലേക്ക് എത്തിയത് ആ ഒരു വേ ഓഫ് സംഭവത്തിലാണ്. സോ അത് തന്നെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഡയറക്റ്റ് ട്യൂട്ടോറിയൽ വഴിയാണ് കാണിക്കുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സോ ഈ ഒരു കമൻറ്റ് ഓട്ടോമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഓൾറെഡി ഞാൻ വീഡിയോയിൽ ജസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പേജിൻ്റെ എൻഗേജ്മെൻറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമൻറ്റ് ഓട്ടോമേഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു കമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നത് വഴി DM-ലേക്ക് ഡയറക്റ്റ് നമ്മൾ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ കസ്റ്റമറിലേക്ക്. സോ അതുകൊണ്ട് തന്നെ നമ്മളെ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം പ്രകാരം ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്ത ആൾക്കാരുടെ പോസ്റ്റുകളും റീലുകളും സ്റ്റോറീസുകളും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അവരിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട്. സോ നമ്മളുടെ പേജിൽ നമ്മൾ വീണ്ടും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ റീലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇടുന്ന സമയത്ത് നമ്മുടെയായിട്ട് ഇൻട്രാക്ട് ചെയ്ത ആൾക്കാരിലേക്ക് പെട്ടെന്ന് തന്നെ ഇതെത്തും. സോ അതുവഴി ഇത് വീണ്ടും റീച്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഇത് തുടക്കക്കാർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു തേർഡ് പാർട്ടി ടൂൾ വെച്ചിട്ടാണ് ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇത് എങ്ങനെ ഒരു ബേസിക് ഓട്ടോമേഷൻ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നേരെ സ്ക്രീനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് എന്ന് പറയുന്നത് മെനിചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേറെ അറിയുന്ന ബെറ്റർ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ നമ്മുടെ ഏജൻസിയിൽ പല ക്ലയൻസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്ത് ബെറ്റർ ആണെന്ന് തോന്നിയ ഒരു പ്ലാറ്റ്ഫോമാണ് മെനിചാറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗിൻ വഴി ലോഗിൻ ചെയ്യുക. വെരി സിമ്പിളായിട്ട് ഫേസ്ബുക്ക് യൂസർ ID പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പേജിൻ്റെ ആക്സസ് ആണ് കൊടുക്കേണ്ടത്, ഏത് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആക്സസ് ആണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ആക്സസ് മാത്രം അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് കാണാം. ഇവിടെ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ വെരി സിമ്പിളായിട്ട് ഞാൻ ആഡ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് എ ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലഗ്രാം ഈ ഒരു 4 എണ്ണത്തിലുള്ള ഓട്ടോമേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൻ്റെ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ, അങ്ങനെയാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റാഗ്രാം ID അതിൽ കണക്റ്റഡ് ആണോ ആ കംപ്ലീറ്റ് IDകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ID ചൂസ് ചെയ്യുന്നു, ജസ്റ്റ് കണക്റ്റ് കൊടുക്കുന്നു. ഞാനിവിടെ റേസ് കപ്പൂർ എന്ന ID, റേസ് അഡോക്സ് എന്ന ID ചൂസ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ കണക്റ്റ് കൊടുത്തു. ഓക്കെ, കൺഗ്രാജുലേഷൻ, റേസ് അഡോക്സ് ഈസ് കണക്റ്റഡ്. വെരി സിമ്പിൾ, ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇപ്പോൾ മെനിചാറ്റും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും തമ്മിലുള്ള കണക്ഷൻ കംപ്ലീറ്റഡ് ആയി. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ അവർ ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്, 14 days ഫ്രീ ട്രയൽ വരുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോ വെർഷൻ്റെയാണ് ഫ്രീ ട്രയൽ കൊടുക്കുന്നത്. അതൊരിക്കലും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1000 കോൺടാക്ട്സ് വരെ നമുക്ക് അവർ കംപ്ലീറ്റ്ലി 4 hour ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ സ്റ്റാർട്ട് വിത്ത് ഫ്രീ പ്ലാൻ എന്നുള്ളത് ജസ്റ്റ് ചൂസ് ചെയ്യുന്നു. നമ്മളെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ബിസിനസ് യൂസ് ആണോ, ക്ലയൻറ്റ് യൂസ് നീഡ്സ് ആണോ, പേഴ്സണൽ യൂസ് ആണോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പേഴ്സണൽ യൂസ് കൊടുക്കുന്നു. ഹൗ ഡു യു ഇൻറ്റൻഡ് ടു യൂസ് മെനിചാറ്റ്? പിന്നെ 2-3 ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ഏറ്റവും നിങ്ങളുടേതായുള്ള രീതിയിലുള്ള ആൻസറുകൾ കൊടുത്തിട്ട് അത് സ്കിപ്പ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അത് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, പേഴ്സണൽ യൂസ് ആണോ, ബിസിനസ് യൂസ് ആണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അത് നിങ്ങൾ അതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അതിന് ആൻസർ കൊടുത്തിട്ട് വേഗം കംപ്ലീറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഇതാണ് ഈ വരുന്നതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കിട്ടി. സോ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വെരി സിമ്പിൾ, ജസ്റ്റ് നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളിത് കാണാൻ കഴിയും. ഞാൻ കൂടുതൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. ഡയറക്റ്റ് ഈ ഓട്ടോമേഷൻ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാണ്. ദെൻ നിങ്ങൾ ആ ഒരു ഓട്ടോമേഷൻ നിങ്ങളുടെ പേജിൽ സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റേസ് അഡോക്സ് എന്നുള്ള പേജിൽ നിങ്ങൾക്ക് DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻസുകൾ പാസ് ചെയ്ത് തരുന്നുണ്ട്. സോ ന്യൂ ഓട്ടോമേഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ആ ന്യൂ ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അവരെ കുറച്ച് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് യുവർ ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സ് ഇൻ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. സ്റ്റോറീസിനെ ബേസ് ചെയ്തുള്ള ടെംപ്ലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സിനെ വരുത്തുന്ന തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ഉണ്ട്. സോ ഞാനിവിടെ ജസ്റ്റ് കൺവേർട്ട് യുവർ ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സ് ഇൻ ടു സെയിൽസ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് ജസ്റ്റ് സ്ക്രാച്ച് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാമല്ലോ. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് കൊടുക്കുന്നു. സോ ഇതാണ് നമ്മളെ ഇതിൻ്റെ
അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് വരുന്നത്. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഓട്ടോമേഷൻ്റെ ഡാഷ്ബോർഡ് വരുന്നത് ഇതാണ്. വെരി സിമ്പിളാണ്, പവർഫുള്ളാണ്. സോ ജസ്റ്റ് നമുക്ക് 2 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് വെൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ട്രിഗർ ഓപ്ഷൻ. ഞാൻ ട്രിഗറും അതുപോലെ തന്നെ ആക്ഷനും ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓട്ടോമേഷൻ വർക്ക് ചെയ്യേണ്ടത്, അതായത് ഒരാൾ കമൻറ്റ് ചെയ്യുന്ന സമയത്താണോ ഈ ഒരു ഓട്ടോമേഷൻ വർക്ക് ചെയ്യേണ്ടത്, ഒരാൾ സ്റ്റോറിയിലേക്ക് റിപ്ലൈ തരുന്ന സമയത്താണോ ഈ ഒരു ഓട്ടോമേഷൻ വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ എന്ത് ചെയ്യുന്ന സമയത്താണ് ഈ ഓട്ടോമേഷൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു സെക്ഷൻ വരുന്നത് ആക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഈ ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ എന്ത് ആക്ഷൻ എടുക്കണം? ഒരാൾ കമൻറ്റ് ചെയ്ത ഉടനെ തന്നെ അയാളുടെ DM-ലേക്ക് നമ്മുടെ ബുക്ക് മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ചാറ്റ് ബോർഡ് സെറ്റ് ചെയ്യണം. സോ ഇതാണ് ആക്ഷൻ വരുന്നത്. സോ വെരി സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. സോ ഞാൻ ട്രിഗർ എടുക്കുന്നു. ട്രിഗറിൽ എന്ത് ചെയ്യുന്നു? വെരി സിമ്പിളായിട്ട് ട്രിഗറിൽ തന്നെ കുറച്ചധികം ഓപ്ഷൻസുകളുണ്ട്. ഇൻസ്റ്റഗ്രാം ആഡ്, ഇത് പ്രോ വേർഷനിലാണ് വരുന്നത്, അത് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓർ റീൽ കമൻറ്റ്സ്, നമ്മുടെ റീലിലോ അല്ലെങ്കിൽ പോസ്റ്റിലോ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ട്രിഗർ ആക്റ്റീവ് ആവുക എന്നുള്ള സംഭവം. യൂസർ റിപ്ലൈ ടു യുവർ സ്റ്റോറിയിലേക്ക് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ട്. യൂസർ ക്ലിക്സ് റെഫർ ലിങ്ക്, നമ്മൾ കൊടുത്ത ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ട്. ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ട്. ഇതൊക്കെ ട്രിഗറുകളാണ്. സോ നിങ്ങൾക്കത് പിന്നീട് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാം. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളൊരു പെർട്ടിക്കുലർ ആവശ്യത്തിന് മാത്രമുള്ള വീഡിയോ ഉണ്ട്, അത് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഞാനിവിടെ സിംപ്ലി ചൂസ് ചെയ്യുന്നത് പോസ്റ്റ് ഓർ റീൽ കമൻറ്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മളെ യൂസർ നമ്മളുടെ പോസ്റ്റിൽ റീലിൽ കമൻറ്റ് എന്തെങ്കിലും ഒരു വേർഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രിഗർ ആക്റ്റീവ് ആവണം. സോ ഞാനത് ചൂസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വിച്ച് പോസ്റ്റ് ഓർ റീൽ ഡു യു വാണ്ട് ടു യൂസ് ഓട്ടോമേഷൻ എന്നുള്ളതാണ്. സോ ഇവിടെ ഇപ്പോൾ ഓൾറെഡി എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്ത കംപ്ലീറ്റ് പോസ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും, റീലുകൾ കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് താഴത്തായിട്ട് തന്നെ ഓൾ പോസ്റ്റ് ഓർ റീൽസ്, നെക്സ്റ്റ് പോസ്റ്റ് ഓർ നെക്സ്റ്റ് റീൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഈ ഒരു ഓപ്ഷന് പ്രോ വേർഷനിൽ മാത്രമേ ഉള്ളൂ. ട്രയൽ വേർഷനിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതിന് മാത്രമേ പോസിബിൾ ആവുള്ളൂ. സോ ഞാനിവിടെ തൽക്കാലം ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് ലാസ്റ്റത്തെ എൻ്റെ വീഡിയോ ഉണ്ട്, ജസ്റ്റ് ഞാൻ ആ വീഡിയോ ചൂസ് ചെയ്തു. ആ വീഡിയോ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒരു ആക്ഷൻ വർക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ ആ ഒരു പോസ്റ്റ് ചൂസ് ചെയ്തു. നമുക്കിവിടെ 3 സ്റ്റെപ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഏത് പോസ്റ്റാണ് ഏത് റീലാണ് എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത്. അത് ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ചോദിക്കുന്നത് എന്ത് കീവേഡ് കമൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ട്രിഗർ വർക്ക് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കമൻറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്തപ്പോഴാണ് ട്രിഗർ വർക്ക് ചെയ്തത്. ഇനി അല്ലെങ്കിൽ ലിങ്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യുന്ന സമയത്താണ് ട്രിഗർ വർക്ക് ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ ട്രിഗർ വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഹായ് എന്ന് കമൻറ്റ് ചെയ്യുമ്പോഴാണ് ട്രിഗർ വർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഹായ്, നിങ്ങളുടെ പേര്, കമൻറ്റ്, ലിങ്ക്, ഈ ഒരു പെർട്ടിക്കുലർ വേർഡാണ് കീവേഡ് എന്ന് പറയുന്നത്. സോ എന്ത് കീവേഡിലാണ് നിങ്ങൾ ട്രിഗർ വർക്ക് ചെയ്യേണ്ടത് അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ കമൻറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, കമൻറ്റ് എന്നുള്ള കീവേഡിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും പെർട്ടിക്കുലർ കീവേഡ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം. ഇന്നൊരു പെർട്ടിക്കുലർ കീവേഡ് അല്ലാത്ത, ഇപ്പോൾ കമൻറ്റ് എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്താൽ മെസ്സേജ് വരിക ചെയ്യരുതെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ മതി. തൽക്കാലം ഞാൻ ജസ്റ്റ് കമൻറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. നമുക്ക് മൾട്ടിപ്പിൾ കീവേഡ്സ് കൊടുക്കാം. ഇപ്പോൾ ഒരൊറ്റ പോസ്റ്റിൽ തന്നെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത ഈ ഒരു പോസ്റ്റിൽ തന്നെ 2-3 സംഭവങ്ങൾ, ഇപ്പോൾ കമൻറ്റ് എന്നുള്ളത് കൊടുക്കാം, ലിങ്ക് എന്നുള്ളത് കൊടുക്കാം, പിന്നെ ഇപ്പോൾ ഞാൻ അഡീഷണലായിട്ട് വീഡിയോ എന്ന് കൊടുത്തു. സോ ഞാൻ ഇവിടെ 3 കീവേഡുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കീവേഡ്സിൽ ഏത് ഇതിൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കമൻറ്റ് എന്ന് നമ്മൾ ആ പോസ്റ്റിൽ കമൻറ്റ് വന്നു, ലിങ്ക് എന്ന് ആ പോസ്റ്റിൽ കമൻറ്റ് വന്നു, വീഡിയോ എന്ന് ആ പോസ്റ്റിൽ കമൻറ്റ് വന്നു കഴിഞ്ഞാലും ഈ ഞാൻ കൊടുക്കുന്ന ഓട്ടോമേഷൻ വർക്ക് ചെയ്യും, ട്രിഗർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഓട്ടോമേഷൻ അവിടെ വർക്ക് ആവുന്നുള്ളതാണ്. സോ ജസ്റ്റ് ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. ദെൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. വോൾഡ് യു ലൈക്ക് ടു പബ്ലിക് റിപ്ലൈ ഇൻ ദ ഫീഡ്. അതായത് 3ാമത്തെ സ്റ്റെപ്പിൽ, ഈ ട്രിഗറിൽ തന്നെ 3ാമത്തെ സ്റ്റെപ്പിൽ ഓൾറെഡി കമൻറ്റ് എന്നുള്ള ഒരാൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ, പ്ലീസ് ചെക്ക് യുവർ DM. പ്ലീസ് ചെക്ക് യുവർ DM. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ഒരു 3 ഓപ്ഷൻസുകളും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 ഓപ്ഷൻസുകൾ കൊടുക്കാം. 3 ഓപ്ഷൻസുകളിൽ ഞാൻ ജസ്റ്റ് ഇത് മാത്രം, നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസുകളാണ് കാണിക്കുന്നത്. ഈ 3 ഓപ്ഷൻസുകളിലും നമ്മൾ ഡിഫറെൻറ്റ് സംഭവങ്ങൾ കൊടുക്കുക. അതായത് 3 റിപ്ലൈസുകൾ കൊടുക്കുക. 3 റിപ്ലൈസുകൾ തന്നെ ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ റിപ്ലൈസുകൾ സെൻഡ് ചെയ്യും. ആദ്യം കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു റിപ്ലൈ ആയിരിക്കും, രണ്ടാമത് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് 2ാമത്തെ റിപ്ലൈ ആയിരിക്കും, 3ാമത് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 3ാമത്തെ റിപ്ലൈ ആയിരിക്കും. ഇങ്ങനെ കൊടുക്കുന്നത് വഴി ഒരു മാനുവൽ പ്രോസസ്സ് തന്നെ നമുക്ക് അവിടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ.
സിമ്പിൾ. ദെൻ നെക്സ്റ്റ് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിഗറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണുള്ളത് ആക്ഷൻ. അതായത് ട്രിഗർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് ആക്ഷൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. സോ ആക്ഷനിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. ദെൻ ഇവിടെയാണ് ആക്ഷന്. ഓക്കെ, സോ ഇവിടെ ട്രിഗർ നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ ആക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെൻഡ് മെസ്സേജ് എന്നുള്ളത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കമൻറ്റിൽ ആരെങ്കിലും നമ്മൾ പെർട്ടിക്കുലർ കീവേഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ DM-ലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് കമൻറ്റ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദി ലിങ്ക് ഫോർ ദി ഇ-ബുക്ക്. ഓക്കെ, ജസ്റ്റ് ഞാൻ അത്ര ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് താഴെ കാണുന്നതാണ് ഈ ബുക്കിലേക്കുള്ള ലിങ്ക്. ഞാൻ വെരി സിമ്പിളായിട്ട് അത്ര മാത്രം സെറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ബട്ടൺസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബട്ടൺസ് സെറ്റ് ചെയ്തിട്ട് പെർട്ടിക്കുലർ ബട്ടൺ, കോൾ ടു ആക്ഷൻ ബട്ടണുകൾ, മറ്റു സൈറ്റുകളിലേക്ക് കിടക്കേണ്ട ബട്ടൺസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് സ്പീഡായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ സ്പീഡ് ആക്കുന്നതും ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ലിങ്ക് ഫോർ ദാറ്റ് ഇ ബുക്ക് എന്ന് പറയുന്നു. ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 2 പ്രോസസ്സേ ഉള്ളൂ ഇവിടെ ആവശ്യം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓട്ടോമേഷൻസുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത വീഡിയോയിലൂടെയൊക്കെ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഒരുപാട് ഓട്ടോമേഷൻസുകളും അതിൻ്റെ കുറേ സ്ട്രാറ്റജീസും എല്ലാം ഞാൻ പാസ് ചെയ്ത് തരണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഓട്ടോമേഷൻ വെരി സിംപ്ലി കംപ്ലീറ്റഡ് ആണ്. സോ ജസ്റ്റ് ഞാൻ സെറ്റ് ലൈവ് എന്ന് കൊടുക്കുകയാണ്. സെറ്റ് ലൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓട്ടോമേഷൻ ലൈവ് ആയി. അതായത് കംപ്ലീറ്റ്ലി ഇത് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇനി ആരെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ കമൻറ്റ് എന്നോ ലിങ്ക് എന്നോ വീഡിയോ എന്നോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു മെസ്സേജ് അവർക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എത്തും. സോ ഇതാണ് മെനിചാറ്റ് എന്ന് പറയുന്നതും ഇങ്ങനെയാണ് കമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നതും. സോ ഇതുപോലത്തെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സുകളും ട്രിക്സുകളൊക്കെ നമ്മളെ പേജ് വഴി ഇനി കൂടുതലായിട്ട് വരാൻ പോകുന്നുണ്ട്. സോ കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ DM-ൽ റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ അതിനെല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.